വേലിയേറ്റ പ്രശ്നത്തിനെതിരെ പൊരുതാനൊരുങ്ങി കുംബ്ലങ്ങി ഫെറോനയിലെ വൈദികരും വിശ്വാസികളും. നിരവധി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് ഓരുവെള്ളം കയറുന്നതിനാൽ പാചകം പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിനാൽ ഈ പ്രശ്നം ഉടനടി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ ഇടവകകളിൽ നിന്നും 3250 പേർ ഒപ്പിട്ട ഭീമ ഹർജി കുംബ്ലങ്ങി പഞ്ചായത്ത് പ്രസിഡന്റിന് മുൻപിൽ സമർപ്പിച്ചു. കുംബ്ലങ്ങി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും തന്നെ എല്ലാ പ്രദേശങ്ങളും വേലിയേറ്റം വഴിയായിട്ട് ഓരുവെള്ളവും മലിനജലവും വഴിയായിട്ട് നടക്കുവാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങളും വഴികളുമാണുള്ളത്. വർഷങ്ങളായിട്ട് എക്കലടിഞ്ഞു കിടന്നും ചെളി നിറഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന വേലിയേറ്റം ഓരോ വർഷവും കൂടിക്കൂടി വരുന്നത്. അപ്പൊ ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കുംബ്ലങ്ങിൽ എല്ലാ ഇടവകളിൽ നിന്നുകൊണ്ട് ഒരു പ്രതീകാത്മകമായിട്ട് ഞങ്ങൾ 3210 പേരുടെ ഒപ്പ് ശേഖരിച്ചുകൊണ്ട് ഈ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു നിവേദനം സമർപ്പിക്കാനായിട്ട്. ഈ നിവേദനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അധികാരികൾ ശക്തമായ നടപടി എടുക്കണമെന്നാണ് ഞങ്ങൾ ഈ കുംബ്ലങ്ങിലുള്ള എല്ലാ വൈദികരും ഒന്നു ചേർന്ന് അതോടൊപ്പം തന്നെ ജനാധിപത്യ വിശ്വാസം ചേർന്ന് ആവശ്യപ്പെടുന്നത്. സമയാസമയങ്ങളിൽ എക്കൽ മാറ്റാത്തത് മൂലം ശക്തമായ വേലിയേറ്റത്തിൽ വലയുന്നതിനാലാണ് കുംബ്ലങ്ങി ഫെറോനയിലെ വൈദികരും വിശ്വാസികളും കുംബ്ലങ്ങി പഞ്ചായത്ത് പ്രസിഡന്റിന് മുൻപിൽ ഭീമ ഹർജി സമർപ്പിച്ചത്. തീരപ്രദേശത്തെ കായലുകളിൽ എക്കൽ അടിഞ്ഞും ചെളി നിറഞ്ഞും മത്സ്യത്തൊഴിലാളികളുടെ തൊഴിലിടങ്ങൾ നഷ്ടപ്പെടുന്നുവെന്നും ഹർജിക്കാർ ആരോപിച്ചു. ഓരുവെള്ളം കയറി വീടുകളിൽ ഭക്ഷണം പോലും പാകം ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണെന്നും ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഫെറോനയിലെ വൈദികരും വിശ്വാസികളും ഉൾപ്പെടെ 3250 പേരാണ് ഹർജിയിൽ ഒപ്പിട്ടിരിക്കുന്നത്. കുംബ്ലങ്ങി പഴങ്ങാട് സെന്റ് ജോർജ് ഇടവക, സേക്രഡ് ഹാർട്ട് ഇടവക, സെന്റ് പീറ്റേഴ്സ് ഇടവക, കല്ലഞ്ചേരി മാർട്ടിൻ ഡി പോറസ് ഇടവക, സാന്റ് ജോസ് ചർച്ച്, സെന്റ് ജോസഫ് ചർച്ച് നോർത്ത് കുംബ്ലങ്ങി, അഴിക്കകം ഹോളി മേരീസ് ചർച്ച് തുടങ്ങിയ ഇടവകകളിലെ വികാരിമാരാണ് ഭീമ ഹർജി സമർപ്പിച്ചത്. വീടുകളിൽ പ്രത്യേകിച്ച് നമ്മുടെ കായലിലുള്ള സമയത്തുള്ള എല്ലാ വീടുകളിലേക്കും ഈ വെള്ളം കയറുന്നുണ്ട്. ഫെറോന വികാരി ഫാദർ സെബാസ്റ്റ്യൻ പുത്തൻപുരയ്ക്കലിന്റെ നേതൃത്വത്തിൽ ഹർജി സമർപ്പിക്കാനായി വികാരിമാരായ ജോയ് ചക്കാലക്കൽ, ഫ്രാൻസിസ് സേവ്യർ കളത്തിവീട്ടിൽ, ആന്റണി അഞ്ചുകണ്ടത്തിൽ, ആന്റണി തളുതറ, ആന്റണി നെടുമ്പറമ്പിൽ, എയ്ഡ്രിൻ ജോൺ ഡിസൂസ, പ്രസാദ് കണ്ടത്തിപ്പറമ്പിൽ, ജോസ്മോൻ പള്ളിപ്പറമ്പിൽ, ക്ലിഫിൻ ആലത്തറ എന്നിവരുമുണ്ടായിരുന്നു. എക്കൽ നീക്കം ചെയ്യുന്നതിനായി MLA സഹായം തേടിയിട്ടുണ്ടെന്നും അടുത്ത വർഷം ഈ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നും കുംബ്ലങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് മെട്രോ 7 ന്യൂസിനോട് പറഞ്ഞു. ഇറിഗേഷൻ വകുപ്പിൽ നിന്ന് മന്ത്രി നമ്മൾക്ക് എക്കല് നീക്കം ചെയ്യാൻ MLAയും ഇറിഗേഷൻ വകുപ്പുമായിട്ട് ഒരു ടൈപ്പ് ചെയ്ത് അത് ചെയ്യാൻ പോകുന്നുണ്ട്. അതിന്റെ നടപടികളുടെ എല്ലാ പ്രൊസീജിയറും നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ബഹുമാനപ്പെട്ട MLA പറഞ്ഞത്. MLA പറഞ്ഞതനുസരിച്ച് നമ്മൾ അത് കേട്ടുകൊണ്ടിരിക്കുന്നത്. അടിയന്തരമായിട്ട് ഇപ്പൊ ഇവരുടെ നിവേദന പ്രകാരം വീണ്ടും ഞങ്ങൾ ഒരു റിക്വസ്റ്റും കൂടെ കൊടുത്തുകൊണ്ട് അടിയന്തരമായി ഞങ്ങൾക്ക് ഈ എക്കല് ഈ പ്രാവശ്യമെങ്കിലും നീക്കം ചെയ്ത് അടുത്ത വർഷം ഈ വേലിയേറ്റത്തിന്റെ കുറവ് വരുത്തണമെന്നുള്ളതിന്റെ ഒരു നടപടിക്കേക്ക് ഈ മെമ്മോറാണ്ടത്തിനോടൊപ്പം ഞങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതാണ് പഞ്ചായത്തിന്റെ അവസ്ഥ. ഉള്ള തോടുകളെല്ലാം റോഡുകളായി മാറി. അതുകൊണ്ട് തന്നെയാണ് കൂടുതലും വെള്ളക്കെട്ട് കൂടുതലും അനുഭവപ്പെടുന്നത്. ഇതൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനധികൃതമായി ഭൂമിയൊക്കെ കുറെ പേരൊക്കെ നിർത്തിയിട്ടുമുണ്ട്. കാരണം ഓരോ ഭൂമിയിലും ഒരു പറമ്പ് സംരക്ഷണ തോടുകളെന്നും പറഞ്ഞ് കിടക്കുന്നതുണ്ട്. ആ തോടുകളെല്ലാം ഇപ്പോൾ നികന്നുപോയി. അപ്പോൾ ആ വെള്ളങ്ങൾ പോകാൻ വേറെ വഴിയില്ലാതായി. രണ്ടാമത് പുറമ്പോക്കുകൾ കുറെ നികത്തി ആളുകൾ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ വെച്ചാണ് നമുക്ക് കൂടുതലും ഈ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. എന്താ ഒരു ആലോചന? നല്ലൊരു ആലോചനയാണ്. അതെന്താ ആലോചന? ഒരു കല്യാണാലോചന. എവിടുന്നാ? ചാവറ മാട്രിമോണിയിൽ നിന്ന്. ഇനി ഒന്നും ആലോചിക്കണ്ട, നല്ല ആലോചനകൾക്ക് ചാവറ മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യൂ.